Eighth question. Each side of a rectangular polygon is 2 centimeter in length. The perimeter of the polygon is 24 centimeter. How many sides does the polygon have? Each side of a regular polygon is 2 centimeter in length. The perimeter of the polygon is 24 centimeter. How many sides does the polygon have? And the question, polygon nu vechal endha? Polygon nu vechal endha? Ariyo? നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് ആ പേജ് നമ്പർ 22 ക്വസ്റ്റ്യൻസ് ആണ്. അതിൽ ഫസ്റ്റ് വൺ നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ ചെയ്തു. സെക്കൻഡ് വൺ ഒന്നുകൂടി ക്വസ്റ്റ്യൻ വായിക്കാം. Each side of a regular polygon is 2 centimeter in length. The perimeter of the polygon is 24 centimeter. How many sides does the polygon have? Question meaning, polygon എന്ന് വെച്ചാല് എന്താ, മൂന്നിൽ കൂടുതൽ സൈഡ് ഉള്ള ഡയഗ്രത്തിനെയാണ് പോളിഗൺ എന്ന് പറയുന്നത്. ക്ലോസ്ഡ് കർവ്സിനെയാണ് ക്ലോസ്ഡ് എന്താ പറയാ ക്ലോസ്ഡ് ഡയഗ്രത്തിനെയാണ് പോളിഗൺ എന്ന് പറയുന്നത്. മൂന്നോ അതിൽ കൂടുതലോ സൈഡ്സ് വരുന്നതിനെ. അതിൽ 3 സൈഡ്സ് വരുന്നതിനെ ട്രയാങ്കിൾ എന്നും 4 സൈഡ്സ് വരുന്നതിനെ റെക്ടാങ്കിൾ എന്നും 5 സൈഡ്സിനെ എന്ത് പറയും? 5 സൈഡ്സ് വരുന്നതിനെ പെന്റഗൺ, ഹെക്സഗൺ, സെപ്റ്റഗൺ, ഒക്ടഗൺ അങ്ങനെ പറയാം. ഓക്കെ, അപ്പോ ഒരു റെഗുലർ പോളിഗൺ എന്ന് പറഞ്ഞാല് ഈച്ച് സൈഡ്സ് ഈക്വൽ ആയിട്ടുള്ള പോളിഗൺ, അതിന്റെ ഒരു സൈഡിന്റെ ലെങ്ത് 2 സെന്റിമീറ്റർ ആണ് തന്നിട്ടുണ്ട്. എത്ര സൈഡ്സ് ആണ് തന്നിട്ടില്ല. ഒരു പോളിഗണിന്റെ ഒരു സൈഡിന്റെ ലെങ്ത് 2 സെന്റിമീറ്റർ ആണ് പറഞ്ഞിട്ടുണ്ട്. അതിന് ആ പോളിഗണിന്റെ പെരിമീറ്റർ 24 സെന്റിമീറ്റർ ആണെന്നും പറഞ്ഞിട്ടുണ്ട്. The perimeter of the polygon is 24 centimeter. What is the question? How many sides does the polygon have? Perimeter 24 centimeter ഒരു സൈഡ് 2 സെന്റിമീറ്റർ ആയാല് എത്രയായിരിക്കും അതിന്റെ സൈഡ്സിന്റെ എണ്ണം? How many sides does the polygon have? അതിലൊരു ഹിന്റ് അവിടെ കൊടുത്തിട്ടുണ്ട്. Number of sides is equal to perimeter divided by length of each side. പെരിമീറ്റർ നമ്മൾ എങ്ങനെ കണ്ടുപിടിക്കാന്ന് വെച്ചാല്, ഒരു പോളിഗണിന്റെ പെരിമീറ്റർ കണ്ടുപിടിക്കാൻ സൈഡ്സിന്റെ ലെങ്തിനെ ടോട്ടൽ നമ്പർ ഓഫ് സൈഡ്സ് കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്താൽ മതി. പെരിമീറ്റർ of a polygon is equal to number of sides into length of each sides. ഒരു പോളിഗണിന്റെ പെരിമീറ്റർ നമ്മൾ നമ്പർ ഓഫ് സൈഡ്സിനെ ലെങ്ത് ഓഫ് ഈച്ച് സൈഡ്സ് കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്തിട്ടാണ് കണ്ടുപിടിക്കുന്നത്. അങ്ങനെയാണെങ്കിൽ നമ്പർ ഓഫ് സൈഡ്സ് കണ്ടുപിടിക്കാൻ പെരിമീറ്ററിനെ ടോട്ടൽ പെരിമീറ്ററിനെ ലെങ്ത് ഓഫ് ഈച്ച് സൈഡ്സ് കൊണ്ട് ഡിവൈഡ് ചെയ്താൽ മതി. ഇവിടെ നമുക്ക് കണ്ടുപിടിക്കേണ്ട നമ്പർ ഓഫ് സൈഡ്സ് അല്ലേ, ടോട്ടൽ എത്ര നമ്പർ സൈഡ്സ് ഉണ്ടെന്നല്ലേ കണ്ടുപിടിക്കണ്ടേ. നമ്പർ ഓഫ് സൈഡ്സ് ഈസ് ഈക്വൽ ടു perimeter divided by
length of each side. അങ്ങനെയാകുമ്പോൾ പെരിമീറ്റർ ഇവിടെ 24 സെന്റിമീറ്റർ ആണ് തന്നിട്ടുണ്ട്. Perimeter is equal to 24 divided by number of each sides is equal to 2. So length of each side is equal to 2. So number of sides is equal to 24 divided by 2, that is equal to 12. That means this polygon have 12 sides having 2 centimeter each. 2 centimeter വീതമുള്ള 12 sides ഉള്ള ഒരു പോളിഗണിന്റെ ടോട്ടൽ പെരിമീറ്റർ ആണ് 24 centimeter എന്ന് പറയുന്നത്. ഓക്കെ, അപ്പൊ ഈ ക്വസ്റ്റ്യന്റെ ആൻസർ നിങ്ങളുടെ ഗ്രൂപ്പിൽ ഇപ്പൊ തന്നെ ഞാൻ ഷെയർ ചെയ്തിട്ടുണ്ട്. അത് നിങ്ങൾ ഗ്രൂപ്പിൽ നോക്കി എഴുതിയാൽ മതി കേട്ടോ. ക്വസ്റ്റ്യന്റെ ആൻസർ നോട്ടിൽ എഴുതി വെച്ചാൽ മതി, ഗ്രൂപ്പിൽ ഇട്ട് വെച്ചിട്ടുണ്ട്. അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. അനുജ owed a bookstore rupees 350. Anuja owed a bookstore rupees 350. She paid rupees 100 towards it. Each of her 5 friends contributed equally to pay off her remaining debt. How much did each friend pay? Question ഒന്നുകൂടി വായിക്കാം. Anuja owed a bookstore rupees 350. She paid rupees 100 towards it. Each of her 5 friends contributed equally to pay off her remaining debt. How much did each friend pay? ഒരു കുട്ടി, അനുജ എന്ന് പറയുന്ന ഒരു കുട്ടി ഒരു ബുക്ക് സ്റ്റോറില് 350 രൂപ കൊടുക്കാനുണ്ട്. അതായത് ആ കുട്ടിക്ക് ഒരു സ്റ്റോറില് 350 രൂപ കടമുണ്ട്, 350 രൂപ കൊടുക്കാനുണ്ട്. She paid 100 towards it. ആ 350 അനുജ 100 rupees പേ ചെയ്തു. ബാക്കി എത്ര എമൗണ്ടും കൂടി കൊടുക്കാനുണ്ടല്ലോ. ബാക്കി അവളുടെ കയ്യിൽ ക്യാഷ് ഇല്ല. അപ്പൊ അവളുടെ 5 ഫ്രണ്ട്സ് ഉണ്ട്. ആ 5 ഫ്രണ്ട്സ് എന്ത് ചെയ്തു? ഈക്വലി കോൺട്രിബ്യൂട്ട് ചെയ്തു അനുജയ്ക്ക് വേണ്ടി. അനുജയ്ക്ക് ആ ബാക്കിയുള്ള ഡെറ്റ് പേ ഓഫ് ചെയ്യാൻ വേണ്ടി, ബാക്കിയുള്ള ഡെറ്റ് മീൻസ് കടം, ബാക്കിയുള്ള ഡെറ്റ് പേ ഓഫ് ചെയ്യാൻ വേണ്ടി അനുജയുടെ ഫ്രണ്ട്സ് 5 ഫ്രണ്ട്സ് ഈക്വലി കോൺട്രിബ്യൂട്ട് ചെയ്തു. അങ്ങനെയാണെങ്കിൽ എത്ര രൂപയായിരിക്കും ഓരോ ഫ്രണ്ടും കോൺട്രിബ്യൂട്ട് ചെയ്തത്? എത്ര രൂപയായിരിക്കും ഓരോ ഫ്രണ്ടും അനുജയ്ക്ക് കൊടുത്തിട്ടുണ്ടാവുക? എങ്ങനെ കണ്ടുപിടിക്കും? ലിസൺ, ഞാൻ പെട്ടെന്ന് ഇത് ചെയ്തു തരാം. കൂടുതൽ ടൈം എടുത്താല് നമുക്ക് ചാപ്റ്റേഴ്സ് തീരൂല. ഇതൊന്ന് ഞാൻ എക്സ്പ്ലെയിൻ ചെയ്ത് പറഞ്ഞുതരാം കേട്ടോ. അപ്പോ അനുജ എത്രയാ കൊടുക്കാനുള്ളത്? അനുജ owed to bookstore is equal to 350. 350 rupees അനുജ കൊടുക്കാനുണ്ട്. She paid is equal to rupees 100. അതില് 100 rupees അവള് പേ ചെയ്തു.
ബാക്കി എത്ര റുപ്പീസ് പേ ചെയ്യാനുണ്ടാവും? ബാലൻസ് amount pay 350 rupeesല് 100 rupees പേ ചെയ്തു. ബാക്കി എത്ര റുപ്പീസ് പേ ചെയ്യാനുണ്ടാവും? എങ്ങനെ കണ്ടുപിടിക്കും? 350 minus 100. 350 minus 100 that is equal to 250. 250 rupees കൂടി ബാക്കി പേ ഓഫ് ചെയ്യാനുണ്ട്. അതില് 5 ഫ്രണ്ട്സ് കോൺട്രിബ്യൂട്ട് ചെയ്തു എന്ന് പറഞ്ഞു അല്ലെ? അപ്പൊ അവളുടെ 5 ഫ്രണ്ട്സ് കൂടി 250 rupees ആണ് കോൺട്രിബ്യൂട്ട് ചെയ്തത്. അങ്ങനെയാണെങ്കിൽ ഓരോ ഫ്രണ്ടും എത്ര രൂപ വീതമായിരിക്കും കോൺട്രിബ്യൂട്ട് ചെയ്തിട്ടുണ്ടാവുക അനുജയ്ക്ക്? എങ്ങനെ കണ്ടുപിടിക്കും? 5 friends contributed total ₹250. 5 friends contributed total ₹250. Then contribution of each friend. Contribution of each friend is equal to 250 divided by 5. Total 250 rupees contribute ചെയ്തിട്ടുണ്ട് 5 friends കൂടിയിട്ട്. അങ്ങനെയാണെങ്കിൽ ഓരോ ഫ്രണ്ടിന്റെയും കോൺട്രിബ്യൂഷൻ എങ്ങനെ കണ്ടുപിടിക്കും? 250 divided by 5 that is equal to 50 rupees. അപ്പോ ഓരോ ഫ്രണ്ടിന്റെയും കോൺട്രിബ്യൂഷൻ എന്ന് പറയുന്ന ആ ഡെറ്റ് പേ ഓഫ് ചെയ്യാനുള്ള കോൺട്രിബ്യൂഷൻ എന്ന് പറയുന്നത് 50 rupees ആണ്. ഒന്നും കൂടെ പറഞ്ഞുതരാം. എന്താ? ഇപ്പൊ പറഞ്ഞ ക്വസ്റ്റ്യൻ ആണോ ഒന്നും കൂടെ എക്സ്പ്ലെയിൻ ചെയ്യണ്ടേ? മിസ് എനിക്ക് മനസ്സിലായില്ല, ഒന്നും കൂടെ പറഞ്ഞു തരാവോ? ഈ രണ്ടാമത്തെ ക്വസ്റ്റ്യൻ ആണോ? അപ്പൊ ഞാൻ ഇല്ലായിരുന്നു മിസ്, എനിക്ക് നെറ്റ് കണക്ട് ആയില്ലായിരുന്നു. ഇപ്പൊ പറഞ്ഞ ക്വസ്റ്റ്യൻ ഒന്നുകൂടി വായിക്കാം. അനുജ owed a bookstore ₹350. She paid ₹100 towards it. Each of her 5 friends contributed equally to pay off her remaining debt. How much did each friend pay? ഒരു കുട്ടി ഒരു ബുക്ക് സ്റ്റോറിൽ 350 rupees കൊടുക്കാനുണ്ട്. ഷി owed എന്ന് വെച്ചാല് കടം വെക്കുക, കടം കൊടുക്കാനുള്ളത്. അവൾ എന്ത് ചെയ്തു? ആ 350 rupeesല് 100 rupees അവൾ തന്നെ പേ ചെയ്തു. ബാക്കി അവളുടെ കയ്യിൽ പേ ചെയ്യാനുള്ള ക്യാഷ് ഇല്ല. അപ്പൊ അവളുടെ 5 ഫ്രണ്ട്സ് എന്ത് ചെയ്തു? നിങ്ങൾ അങ്ങനെ ചെയ്യാറില്ലേ? നിങ്ങളുടെ ഫ്രണ്ടിന് എന്തെങ്കിലും ക്യാഷിന്റെ ആവശ്യമുണ്ടെങ്കിൽ നിങ്ങൾ കൊടുത്ത് സഹായിക്കില്ലേ? ചെറിയ ചെറിയ എമൗണ്ട് ഒക്കെ ആണെങ്കിൽ. അതുപോലെ അവളുടെ 5 ഫ്രണ്ട്സ് എന്ത് ചെയ്തു? ബാക്കിയുള്ള ഡെറ്റ് അവര് കൊടുക്കാന്ന് പറഞ്ഞു. അവര് കൊടുക്കാന്ന് പറഞ്ഞിട്ട് എന്താ? ഈക്വൽ ആയിട്ട് അവർ കോൺട്രിബ്യൂട്ട് ചെയ്തു. അങ്ങനെയാണെങ്കിൽ അവരുടെ ഓരോരുത്തരുടെയും കോൺട്രിബ്യൂഷൻ എത്രയായിരിക്കും? 350 rupees ആണ് ടോട്ടൽ ഡെറ്റ്. ഡെറ്റ് മീൻസ് കടം. ടോട്ടൽ ഡെറ്റ് 350 rupees. അതിൽ 100 rupees അനുജ തന്നെ പേ ചെയ്തു. ബാക്കി എത്ര ഉണ്ടാവും കൊടുക്കാൻ? ഇനി 350 minus 100 250 rupees. 250 rupees കൂടി കൊടുക്കാനുണ്ട്. ആ 250 rupees ആണ് ഈ ഫ്രണ്ട്സ് കൊടുത്തു തീർക്കാന്ന് പറഞ്ഞത്. എങ്ങനെ കൊടുക്കും? 5 ഫ്രണ്ട്സ് ഈക്വലി കോൺട്രിബ്യൂട്ട് ചെയ്തിട്ടാണ് ഈ 250 rupees കൊടുത്തു തീർക്കുന്നത്. അങ്ങനെയാണെങ്കിൽ ഓരോ ഫ്രണ്ടും എത്ര രൂപ വീതമായിരിക്കും കൊടുത്തിട്ടുണ്ടാവുക? 250 rupees കൊടുക്കാനുണ്ട്. അത് 5 ഫ്രണ്ട്സ് ഈക്വലി കോൺട്രിബ്യൂട്ട് ചെയ്തിട്ട് പേ ഓഫ് ചെയ്യാന്ന് പറഞ്ഞു. അങ്ങനെയാണെങ്കിൽ ഓരോ ഫ്രണ്ടും കൊടുത്ത എമൗണ്ട് എത്രയായിരിക്കും? 250 divided by 5. ടോട്ടൽ കൊടുക്കാനുള്ളത് 250,
ഓരോ ഫ്രണ്ടും കൊടുത്തത് കണ്ടുപിടിക്കണമെങ്കിൽ 250നെ 5 കൊണ്ട് ഡിവൈഡ് ചെയ്താൽ മതി. അപ്പൊ ആൻസർ എത്ര കിട്ടും? ഓരോരാളും കൊടുത്ത എമൗണ്ട് എത്രയായിരിക്കും? 250 divided by 5 is equal to 50 rupees. മനസ്സിലായോ? Okay. Next question നോക്കിയേ. A group of trees had 9 squirrel nests hiding 99 acorns. How many acorns were in each nest? മനസ്സിലായോ? ക്വസ്റ്റ്യൻ ഒന്നുകൂടി വായിക്കാം. A group of trees had 9 squirrel nests hiding 99 acorns. How many acorns were in each nest? ഈ സ്ക്വിറൽസിന്റെ ഒരു പ്രത്യേകത, അവര് ഫുഡ് സ്റ്റോർ ചെയ്ത് വെക്കും. അവരുടെ നെസ്റ്റില് ഫുഡ് സ്റ്റോർ ചെയ്ത് വെക്കും. അങ്ങനെ കുറച്ച് മരത്തിലായിട്ട് 9 സ്ക്വിറൽ നെസ്റ്റ് ഉണ്ട്. 9 അണ്ണാന്റെ കൂടുണ്ട്. അതിലെല്ലാം കൂടി ഏക്കൺ എന്ന് പറഞ്ഞാല് പൈൻ മരത്തിന്റെ പഴത്തിനെയാണ് ഏക്കൺ എന്ന് പറയുന്നത്. പൈൻ മരത്തിന്റെ ഒരു ഓവൽ ഷേപ്പിലുള്ള ഒരു കായുണ്ട്. അത് സ്ക്വിറലിന്റെ പ്രധാനമായിട്ടുള്ള ഫുഡ് അത്. അപ്പൊ ഈ 9 നെസ്റ്റിലും കൂടി 99 ഏക്കൺസ് ഈ അണ്ണാൻ ഒളിപ്പിച്ചു വെച്ചിട്ടുണ്ട്. എന്താ കണ്ടുപിടിക്കണ്ടേ? ഹൗ മെനി ഏക്കൺസ് were in each nest. അങ്ങനെയാണെങ്കിൽ ഓരോ നെസ്റ്റിലുമുള്ള ഏക്കൺസിന്റെ എണ്ണം എത്രയായിരിക്കും? 9 നെസ്റ്റിലായിട്ട് 99 ഏക്കൺസ് ഹൈഡ് ചെയ്ത് വെച്ചിട്ടുണ്ട്. Then how many acorns were in each nest? സിമ്പിൾ ആയിട്ട് ചെയ്താൽ മതി. എങ്ങനെ ചെയ്യും? 99നെ 9 കൊണ്ട് ഡിവൈഡ് ചെയ്താൽ പോരെ. ടോട്ടൽ 99 ഏക്കൺസ് ഉണ്ട്. അതിന് ഓരോ നെസ്റ്റിലും ഉള്ളത് കണ്ടുപിടിക്കണമെങ്കിൽ 99നെ 9 കൊണ്ട് ഡിവൈഡ് ചെയ്താൽ മതി. ആൻസർ വിൽ ബി 11. അത് ഞാൻ പറഞ്ഞു തരേണ്ട ആവശ്യമില്ലല്ലോ, നിങ്ങൾക്ക് എഴുതാൻ പറ്റുമല്ലോ. ആ 10th ക്വസ്റ്റ്യൻ നിങ്ങൾ സ്വന്തം തന്നെ ചെയ്താൽ മതി വീട്ടിൽ നിന്ന്. ആൻസർ ഈസ് 11. എങ്ങനെ കിട്ടുന്നതെന്ന് വെച്ചാല് ടോട്ടൽ 99 ഏക്കൺസ് ഉണ്ട്. അതിനെ 9 കൊണ്ട് ഡിവൈഡ് ചെയ്താല് 9 നെസ്റ്റ് ഉള്ളത്, അതുകൊണ്ട് 9 കൊണ്ട് ഡിവൈഡ് ചെയ്താല് ഓരോ നെസ്റ്റിലും എത്ര ഏക്കർ ഉണ്ടെന്ന് കിട്ടും. ഓക്കെ, അപ്പൊ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ 11th one. Srinagar recorded the temperature for 5 days as follows. 1st January 2011 minus 4 degrees Celsius. 2nd January 3 degrees Celsius. 3rd January 0 degrees Celsius. 4th January minus 6 degrees Celsius. 5th January 2 degrees Celsius. The question is, find the average temperature for these 5 days. എന്താ കണ്ടുപിടിക്കണ്ടേ? Average temperature for these 5 days. ഈ 5 ദിവസത്തെയും average temperature. How can you find out average temperature? How will you find out average temperature? എന്താ average? Average എന്ന് പറഞ്ഞാൽ എന്താ? Averageന്റെ മീനിങ്, മലയാള മീനിങ് ശരാശരി എന്നാ പറയാം. കേട്ടിട്ടുണ്ടോ? നിങ്ങൾ പഠിച്ചിട്ടുണ്ടോ? 6th ആവറേജ് പഠിച്ചിട്ടുണ്ടോ? പഠിച്ചിട്ടുണ്ടോ ഷോൺ? ആവറേജ് കണ്ടുപിടിക്കാൻ ശരാശരി കണ്ടുപിടിക്കാൻ പഠിച്ചിട്ടുണ്ടോ? ആവറേജ് എങ്ങനെയാ കണ്ടുപിടിക്കാന്ന് വെച്ചാല്, നമുക്കിപ്പോ എന്തിന്റെ ആവറേജ് ആണോ കണ്ടുപിടിക്കേണ്ടതെന്ന് വെച്ചാൽ അതിന്റെ ടോട്ടൽ ആദ്യം കണ്ടുപിടിക്കാം. എന്നിട്ട് എത്ര നമ്പർ ഉണ്ടെന്ന് വെച്ചാൽ അതിനെ കൊണ്ട് ഡിവൈഡ് ചെയ്യാം. ഇവിടെ 5 ഡേയ്സിന്റെ ആവറേജ് അല്ലേ നമുക്ക് കണ്ടുപിടിക്കാനല്ലേ?
അല്ലെ? 5 ഡേയ്സിന്റെ ആവറേജ് കണ്ടുപിടിക്കണമെങ്കിൽ ടോട്ടൽ 5 ഡേയ്സിന്റെ ടെമ്പറേച്ചറിന്റെ ആവറേജ് കണ്ടുപിടിക്കണം. അപ്പൊ എന്ത് കണ്ടുപിടിക്കണം ആദ്യം? ടോട്ടൽ ടെമ്പറേച്ചർ. ഈ 5 ഡേയ്സിലും കൂടിയുള്ള ടോട്ടൽ ടെമ്പറേച്ചർ എത്രയാണെന്ന് കണ്ടുപിടിക്കുക. ഇതെല്ലാം കൂടി ആഡ് ചെയ്താൽ നമുക്ക് ടോട്ടൽ ടെമ്പറേച്ചർ കിട്ടും. ആ ടോട്ടൽ ടെമ്പറേച്ചറിനെ 5 ഡേയ്സ് അതായത് 5 കൊണ്ട് ഡിവൈഡ് ചെയ്താല് 5 ഡേയ്സിലല്ലേ ഓരോ ദിവസത്തെയും ആവറേജ് ടെമ്പറേച്ചർ കിട്ടും. പറഞ്ഞുതരാം. Average means average is equal to total divided by total number. ഇവിടെ ആവറേജ് ടെമ്പറേച്ചർ ആണ് കണ്ടുപിടിക്കേണ്ടത്. ആവറേജ് ടെമ്പറേച്ചർ is equal to total temperature divided by total temperature divided by number of days. Total temperature number of days കൊണ്ട് ഡിവൈഡ് ചെയ്താല് ആവറേജ് ടെമ്പറേച്ചർ കിട്ടും. ഇവിടെ ടോട്ടൽ ടെമ്പറേച്ചർ എത്രയാ? എങ്ങനെ കണ്ടുപിടിക്കും? തന്നിരിക്കുന്ന 5 ദിവസത്തെ ടെമ്പറേച്ചർ ആഡ് ചെയ്താൽ മതി. ഏതൊക്കെയായിരുന്നു തന്നിരിക്കുന്ന ടെമ്പറേച്ചർ? -4 plus 2nd January 3 degrees Celsius 3 plus 3rd January 0 degree 0 plus 4th January -6 plus 5th January 2 degrees Celsius. അപ്പൊ ഇതെന്താ നമ്മൾ കണ്ടുപിടിക്കുന്നത്? ടോട്ടൽ ടെമ്പറേച്ചർ. Total temperature. Total temperature is equal to -4 plus 3 plus 0 plus -6 plus 2. ഇനി ടോട്ടൽ ടെമ്പറേച്ചർ എങ്ങനെ കണ്ടുപിടിക്കും? ഇതെല്ലാം കൂടി ആഡ് ചെയ്യാം. ആഡ് ചെയ്യുമ്പോൾ എത്ര കിട്ടും? ആദ്യം നമ്മൾ പോസിറ്റീവ്സ് ഒക്കെ ആഡ് ചെയ്യാം, അതിനുശേഷം നെഗറ്റീവ്സ് ഒക്കെ ആഡ് ചെയ്യാം. പോസിറ്റീവ്സ് ഒക്കെ ആഡ് ചെയ്താൽ 3 plus 0 plus 2 3 plus 2 5 3 plus 2 5. Then -4 plus -6 -4 ഉം -6 ഉം ആഡ് ചെയ്താൽ -10. Then 5 minus 10. എത്രയായി? 5 minus 10 is equal to -5.
5 minus 10 is equal to minus 5. അപ്പൊ ടോട്ടൽ ടെമ്പറേച്ചർ എന്ന് പറയുന്നത് -5 ഡിഗ്രി സെൽഷ്യസ് ആണ്. ഇനി ആവറേജ് ടെമ്പറേച്ചർ. Average temperature is equal to total temperature divided by number of days അല്ലേ? ഇവിടെ total temperature -5 divided by number of days. എത്ര ഡേയ്സിൽ തന്നെ നമുക്ക് തന്നിട്ടുള്ള ഇൻഫർമേഷൻ 5 days. Number of days is equal to 5. Average temperature is equal to -5 divided by 5. That is equal to -1. -5നെ 5 കൊണ്ട് ഡിവൈഡ് ചെയ്താല് -1 കിട്ടും. മനസ്സിലായോ? അടുത്ത ക്ലാസ്സിൽ ഒന്നും കൂടി വേണമെങ്കിൽ വേണ്ട തോന്നുന്നു, ഇത് നിങ്ങൾക്ക് നോക്കിയാൽ തന്നെ മനസ്സിലാവും. 3 ക്വസ്റ്റ്യന്റെ ആൻസർ ഇപ്പം ഗ്രൂപ്പിൽ ഇട്ടിട്ടുണ്ട്. അത് 3 നിങ്ങളുടെ നോട്ടിലേക്ക് എഴുതി വെക്കണം. പിന്നെ ഒരു ക്വസ്റ്റ്യൻ ഞാൻ ആൻസർ പറഞ്ഞുതരാത്തൊരു ക്വസ്റ്റ്യൻ ഉണ്ട്, അതും കൂടി നോട്ടിൽ ക്വസ്റ്റ്യനും ആൻസറും കൂടി എഴുതി വെക്കാം കേട്ടോ. ബാക്കി 3 ക്വസ്റ്റ്യനില് 12th 13th നമ്മൾ മുന്നേ ചെയ്തതുപോലെ തന്നെയുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ്. പേജ് നമ്പർ 21 എക്സാമ്പിൾ 25 നമ്മൾ ചെയ്തില്ലേ, ഒരു എലവേറ്ററിന്റെ ക്വസ്റ്റ്യൻ, എലവേറ്റർ താഴേക്ക് വരുന്ന ഒരു ക്വസ്റ്റ്യൻ. അതേപോലത്തെ ക്വസ്റ്റ്യൻ ആണ് 12ാമത്തെയും 13ാമത്തെയും. വ്യത്യാസം ഒന്നുമില്ല. അതൊന്ന് ജസ്റ്റ് വായിച്ചു നോക്കാം, അടുത്ത ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്യാം. അപ്പൊ ഈ ക്വസ്റ്റ്യനും ആൻസറും എല്ലാം നോട്ടിൽ ഇന്ന് തന്നെ എഴുതി വെക്കാം കേട്ടോ. ഹോംവർക്ക് വേണ്ട, ഈ 5 ക്വസ്റ്റ്യനും ആൻസറും. ഓക്കെ ഓക്കെ, നമുക്ക് അടുത്ത ക്ലാസ്സിൽ ഈ 3 ക്വസ്റ്റ്യൻ കൊണ്ട് തീർത്തിട്ട് പുതിയ ചാപ്റ്റർ സ്റ്റാർട്ട് ചെയ്യാം. ഓക്കെ, അപ്പോ നിങ്ങള് പരമാവധി കുറച്ച് നേരത്തെ തന്നെ ക്ലാസ്സിൽ കയറാൻ നോക്കുക കേട്ടോ. ഞാൻ തന്നെ ഇവിടെ ഓടിപ്പിടിച്ചെത്തുന്നതാ. കറക്റ്റ് 8:30 ആകുമ്പോഴേ ഞാൻ സ്റ്റാർട്ട് ചെയ്യുന്നത്. നിങ്ങളപ്പോ കുറച്ച് മുന്നേ ഒന്ന് ലോഗിൻ ചെയ്ത് വെക്കുക. ഓക്കെ, നെക്സ്റ്റ് ക്ലാസ്സിൽ കാണാം. ഇത് ഇന്ന് തന്നെ എഴുതി വെക്കണേ നോട്ടില്. ഓക്കെ.